ഇനി ഒരു അമ്മയും അല്ലെങ്കിൽ ഒരു കുടുംബവും ഇതുപോലെ കരയേണ്ടി വരരുത്. വേദന അവർക്ക് താങ്ങാൻ കഴിയില്ല ഏത് രീതിയിലായിരുന്നാലും. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണം നടന്നിട്ട് 2 വർഷം പിന്നിടുകയാണ്. ഇനിയൊരു സിദ്ധാർത്ഥ് ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ സിദ്ധാർത്ഥിന്റെ വീടിന്റെ തൊട്ടടുത്തായി മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ ജീവൻ. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് സിദ്ധാർത്ഥിന്റെ അമ്മയാണ്. ഒരിക്കലും ആവർത്തിക്കരുത് എന്ന് എല്ലാവരും കരുതിയ സംഭവമാണ്. പക്ഷെ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളും പ്രാർത്ഥിച്ചിരുന്നു ഇനി ഇതുപോലൊരു വാർത്ത കേൾക്കേണ്ടി വരരുത് എന്ന്. ഞങ്ങൾ അതിനുവേണ്ടിയാണ് ഈ 2 വർഷത്തെ ഓട്ടം മുഴുവൻ. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ വെറുതെ ഇരിക്കാം, ഇതിന്റെ കേസിന് കാര്യത്തിൽ മാത്രം പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ ബേക്കിൽ നടന്നത്. അല്ലെങ്കിൽ ഇനി ഒരു അമ്മയും അല്ലെങ്കിൽ ഒരു കുടുംബവും ഇതുപോലെ കരയേണ്ടി വരരുത്. വേദന അവർക്ക് താങ്ങാൻ കഴിയില്ല ഏത് രീതിയിലായിരുന്നാലും. നമുക്കിപ്പോൾ 2 വർഷമായെന്ന് നമുക്ക് ഇന്നലെ എന്നും അതിലാണ് നമ്മൾ രാവിലെ എണീക്കുന്നത്. ആ ഒരു വിഷമത്തിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഞാൻ പോയിരുന്നു, ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അമ്മയെ അച്ഛന്. അറിയില്ല, ഞങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെ പേടിച്ചിട്ടുണ്ടോ അതെല്ലാം നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിന് ഒറ്റ കാരണമുള്ളൂ. ഇപ്പോൾ ഈ അവിടുത്തെ റാം, അത് ഡോക്ടർ റാം അദ്ദേഹം പറയുന്നുണ്ടോന്ന് എനിക്കൊരു സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അത്ര പേടിയില്ല. ഇനിയും ഒന്ന് വന്നാൽ പോലും ഒരു സസ്പെൻഷൻ അതിൽ ആ ശിക്ഷ തീരും. ഇപ്പം സിദ്ധാർത്ഥിന്റെ കാര്യത്തിലാണെങ്കിലും ഡീനും അസിസ്റ്റന്റ് ഡീനും ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളായിരുന്നു. ഇപ്പം നിതിൻ രാജിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോക്ടർ റാം ആരോപണ വിധേയനാണ്. ഡോക്ടർ റാമിനെ എന്തുകൊണ്ടായിരിക്കും ഈ നമ്മൾ പഠിക്കാൻ വേണ്ടി ചെല്ലുന്ന ഇടങ്ങളാണ് അവിടെ ഈ ഇത്തരത്തിൽ അധ്യാപകരുടെ ചൂഷണത്തിനിരയാകുന്ന അല്ലെങ്കിൽ അവിടുത്തെ അധികൃതരുടെ ചൂഷണത്തിനിരയാകുന്ന വിദ്യാർത്ഥികൾ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി വരികയാണ്. ഇപ്പം നിതിൻ രാജിന്റെ കാര്യത്തിലാണെങ്കിൽ ജാതി അധിക്ഷേപം അടക്കം അച്ഛന്റെ അമ്മയുടെയും ജോലി വിദ്യാഭ്യാസം അടക്കം പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ക്ലാസ് റൂമിൽ അധിക്ഷേപിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ റിസർവേഷൻ വഴി വരുന്ന കുട്ടികൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പിന്നെ കുട്ടികൾ അത് പുറത്ത് പറയുന്നില്ല. കാരണം ഇന്റേണൽ മാർക്ക്, പിന്നെ എക്സാംസ്, ഏത് എക്സാം ആയിരുന്നാലും അതിനകത്ത് നടക്കുന്ന വൈവേ പോലുള്ള ബാക്കി പ്രാക്ടിക്കലും തിയറി ഏത് എക്സാം ആയിരുന്നാലും ഇവരുടെ കൈകൾ, അധ്യാപകരുടെ കൈകൾ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പേടി, അവർക്ക് പഠിച്ചെന്ന് നല്ല രീതിയിൽ ഇറങ്ങണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ തൊട്ടു പുറകെയുള്ള ഒരാളെ കൊന്നിട്ടാൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കണ്ട, എനിക്കിവിടെ നിന്ന് നല്ലപോലെ ഇറങ്ങണം എന്നുള്ള ചിന്താഗതി സാധാരണ നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുണ്ട്. അവരിൽ ഒതുങ്ങിയാണ്, ഓരോ കുട്ടികളും അവരിൽ ഒതുങ്ങിയാണ്. ഒരു ഫോണ് ഉപയോഗിച്ചാൽ പോലും അവർക്ക് മറ്റ് കുടുംബമായിട്ട് വലിയ അറ്റാച്ച്മെൻറ്റോ ഫ്രണ്ട്സുമായിട്ട് അറ്റാച്ച്മെൻറ്റോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവർക്കൊരു നല്ല റിസൾട്ട്, അപ്പോൾ അവർ മറ്റുള്ളവരെ പേടിക്കുന്നു. അധ്യാപകരെ എതിർത്താൽ അല്ലെങ്കിൽ സീനിയേഴ്സിനെ എതിർത്താൽ എൻ്റെ ഭാവി എന്താകും എന്നുള്ളൊരു പേടി. ഈ ഡീന്റെ അസിസ്റ്റന്റ് ഡീന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരെ തിരിച്ച് ഒരു ട്രാൻസ്ഫർ നൽകി അവരെ ജോലിയിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഡോക്ടർ റാമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത്രയും ദിവസം കഴിഞ്ഞിരിക്കുകയാണ്, ഇതുവരെയും ഡോക്ടർ റാമിനെ പിടികൂടാൻ കഴിയില്ല. ഇതിനൊക്കെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാവും? ഇവർക്കൊക്കെ ഏതെങ്കിലും സഹായങ്ങൾ ലഭിക്കുന്നുണ്ടാവും? പൂക്കോട് കാര്യം പറഞ്ഞാൽ ഡീനും അസിസ്റ്റന്റ് വാർഡനും എം കെ നാരായണനും കാന്തനാഥനും അവർ രണ്ടുപേരും സസ്പെൻഷനിലായി 1 മാസത്തിനകത്ത് തിരികെ കയറാൻ വേണ്ടി അവരെ സഹായിച്ചു എന്ന്. അപ്പോൾ ആരാണ് സഹായിക്കുന്നത്? എന്തായിരുന്നാലും അവരെ തിരികെ കയറ്റണമെങ്കിൽ അതിൻ്റെ പുറകിലൊരു വലി വേണ്ടേ? അതിനുവേണ്ടി ഞങ്ങൾ അപ്പീൽ കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അവർ 9 മാസം നീട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ അവർ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ, തൊട്ടടുത്ത് മണ്ണുത്തി വെറ്റിനറി കോളേജിൽ അവർ തിരികെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് പേടിയില്ല, കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. ഈ ഒരു ധൈര്യം അത് എവിടെ നിന്ന് വരുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ കിട്ടുന്നുണ്ടോ ഇനി ഇതുപോലെ തന്നെ നടന്നു പോകും. ഡോക്ടർ റാമിന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത്രയും നമ്മുടെ ഒരു കൊച്ചു കേരളത്തിൽ അവരെ പിടികൂടാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു സസ്പെൻഷനിൽ ഒതുക്കാതെ അവരെ കോളേജിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അവരെ ഇനി പഠിപ്പിക്കാൻ അനുവദിക്കാതെ പുറത്താക്കിയിട്ട് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അത് വാങ്ങി ആ കുടുംബത്തിന് കൊടുക്കുക. അപ്പോൾ അവരറിയട്ടെ. അപ്പോൾ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായാൽ ഈ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതായിരുന്നാലും അവർക്ക്
ഇതുവരെ കിട്ടിയ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ അതിന് വാങ്ങി ആ കുടുംബത്തിന് കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കുക. അപ്പോൾ ഒരു പേടിയില്ലാത്തടത്തോളം കാലം ഒരു സസ്പെൻഷനിൽ ഒതുങ്ങിയിട്ട് 1-2 മാസം തിരികെ എടുക്കുന്നു എന്നുള്ളൊരു ധൈര്യം കിട്ടുന്നിടത്തോളം കാലം നമുക്കിതൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. ഈ നിതിൻ രാജിന് നീതി കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ചപ്പോഴും നമ്മളൊക്കെ ഇവിടെ വന്ന് ദിവസങ്ങളോളം ഇവിടെ നിന്ന് വന്നു പോയ ആളുകളെയൊക്കെ കണ്ട ആളുകളാണ്. അന്ന് സർക്കാരിന്റെ പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇവിടെ വരും, പ്രതിപക്ഷത്ത് നിന്ന് ആളുകൾ വന്നു, ഒക്കെ വന്നു. അന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇപ്പൊ 2ാമത്തെ വാർഷികം നടന്ന സമയത്ത് ഞാനിവിടെ വന്ന് അന്ന് സംസാരിച്ചതാണ്, സിദ്ധാർത്ഥിന്റെ അമ്മയോട് സംസാരിച്ചത്. അന്ന് പറയുണ്ടായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നീതി ലഭിച്ചില്ല, ഇനി CBI അന്വേഷണത്തിൽ മാത്രമാണ് ഒരു പ്രതീക്ഷയുള്ളത്. അതുപോലെ നിതിൻ രാജിനൊരു നീതി കിട്ടുമെന്ന് കരുതുന്നു. ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടില്ലേ, ഇതുവരെ അവരെ പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോ ഞങ്ങളത് 2 വർഷം കൊണ്ട് ഓടുന്നു. ഇനിയും ആ കുടുംബത്തിന് അങ്ങനെ അതിനുള്ള സാഹചര്യം കൊടുക്കണേ, അല്ലെങ്കിൽ ആ ധൈര്യം കൊടുക്കണേ എന്നാ പറയുന്നത്. നീതി ശരിക്കും ദൂരെ തന്നെയാണ്. അത് ഞാൻ പറയട്ടെ, ഞങ്ങൾ എന്തൊക്കെയാണോ ഈ കേസിനെ പറ്റി പോലീസുകാരെടുത്തോ അല്ലെങ്കിൽ അത് അനുസരിച്ചിട്ടുള്ള ആളുകളെടുത്ത് പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളുള്ളൂ. പുതിയതായി അവരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ സർക്കാർ നമ്മളെ എങ്ങനെയൊക്കെയോ, ഞങ്ങളുടെ കുടുംബത്തെ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റും ആ രീതിയിലെല്ലാം എല്ലാ രീതിയിലും ഞങ്ങൾ തളർത്തിക്കൊണ്ടിരുന്നു. ഞങ്ങൾ അത്രയിലും നിൽക്കാതെ അവിടെ ഒന്നും തളരാതെ പോയതുകൊണ്ട് മാത്രം ഈ രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ ആ കുടുംബത്തിനും അതുപോലൊരു ധൈര്യം ജനങ്ങൾ കൊടുക്കട്ടെ. പാർട്ടിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഇനിയെങ്കിലും ഒന്ന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ഘട്ടമായിട്ട് നിൽക്കുക. കുട്ടികളുടെ മാതാപിതാക്കൾ ഒന്നിച്ച് നിന്നാൽ മതി. ഇപ്പോൾ കുറച്ച് കുട്ടികളവിടെ പറഞ്ഞിട്ട് ആ ധൈര്യം എല്ലാ കോളേജിലെ കുട്ടികൾക്കും, പൂക്കോടൊക്കെ ഒരു കുട്ടി പോലും പറഞ്ഞിട്ടില്ല. കാരണം ഇത് തന്നെയാണ് ഇന്റേണൽ മാർക്ക്. അധ്യാപകർ പുറത്തു പോയാൽ തിരികെ പെട്ടെന്ന് വരുമെന്നുള്ള അവർക്കുള്ളൊരു ധൈര്യം. കോളേജിനകത്ത് ഡീനും അസിസ്റ്റന്റ് വാർഡനെയും നിയമപരമായി നേരിടാൻ വേണ്ടി അവർക്ക് ബക്കറ്റ് പിരിവ് വരെ നടത്തിയിരുന്നു കോളേജിനകത്ത്. ഈ ഇപ്പോൾ പറയുന്നില്ലേ SFIയുടെ കൊടികൾ കണ്ണൂർ ഡെന്റൽ കോളേജിൽ പൊങ്ങിയെന്ന്, ഇത് അവിടെ പൂക്കോടുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ഇടിമുറികൾ തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ 21-ാം നമ്പർ ഇടിമുറി ഹസ്ബൻഡ് പോയിട്ട്, സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പോയിട്ട് വന്നിട്ട് കണ്ടിട്ട് കണ്ട പേടിയാകും. അപ്പോൾ കുട്ടികൾ, അവിടെ പഠിക്കുന്ന കുട്ടികൾ ഇത് ഓർമ്മിച്ചായിരിക്കുന്നത്. എന്താവും, എന്തെങ്കിലും നടന്നല്ല. അപ്പോൾ അവർ പറഞ്ഞില്ല, പുറത്ത് പറയാത്തതിന് കാരണം ഇതൊക്കെയാണ്. സിദ്ധാർത്ഥിന് നീതി കിട്ടിയോ? ഞങ്ങൾ CBIയിൽ വിശ്വാസമാണ്. CBI കേസ് നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ 1 വർഷം കൂടെ ആയാൽ 19 കുട്ടികളും തിരികെ കയറാറായി. അവരെ ആന്റി റാഗിംഗ് റിപ്പോർട്ട് 5 വർഷത്തേക്ക് പുറത്താക്കിയതാണ്. അതൊരു 3 വർഷമായിട്ട് യൂണിവേഴ്സിറ്റി കുറച്ചു കൊടുത്തു. അപ്പോൾ നീതി ഞങ്ങൾക്ക് എവിടെ കിട്ടി? സിദ്ധാർത്ഥിന് ഇതുവരെയും നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അമ്മ വ്യക്തമാക്കുന്നത്. കാരണം ഒരു തരത്തിലുള്ള പുതുതായി എന്തെങ്കിലും കണ്ടെത്തുകയോ ഈ ആരോപണ വിധേയരായ ആളുകളെ ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കപ്പെടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഡീനും അസിസ്റ്റന്റ് വാർഡനും ഒക്കെ തിരികെ ജോലിയിലേക്ക് പ്രവേശിച്ചു. പുറത്താക്കപ്പെട്ട 19 വിദ്യാർത്ഥികൾ, അവരും അടുത്ത വർഷം, അവർക്ക് 3 വർഷം കഴിയുമ്പോൾ അവർക്കും തിരിച്ചു കയറാൻ സമയമാകും. എന്തായാലും CBI അന്വേഷണത്തിൽ മാത്രമാണ് പ്രതീക്ഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിതിൻ രാജിന്റെ കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ ആ കുടുംബത്തിനും എത്രത്തോളം നിയമ നടപടികളുമായി അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്നറിയില്ല. പക്ഷേ അതിനുള്ള ധൈര്യം ആ കുടുംബത്തിന് ഉണ്ടാകട്ടെ, നീതി കിട്ടട്ടെ എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എന്തായാലും സിദ്ധാർത്ഥിന്റെ അമ്മ റിപ്പോർട്ടറിനോട് പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ സ്പന്ദന സാജു, റിപ്പോർട്ടർ, തിരുവനന്തപുരം.